ആ ഗോപിയേട്ടാ, എന്നാടാ മൂക്കിന് പറ്റിയേ? അതൊന്നും പറയണ്ട. ഞാൻ ആ രവീന പുറത്തെ കക്കൂസിലൊരു ക്ലോസറ്റ് വെക്കാൻ വേണ്ടി ഏൽപ്പിച്ചല്ലേ, ഓൻ കൊണ്ടുപോയിട്ട് ചുമരിന്റെ അടുത്ത് ക്ലോസറ്റ് അവിടെ ഫിറ്റാക്കി. ഞാനിങ്ങനെ ഇരിക്കുമ്പോ അപ്പാട് ബാക്ക് തട്ടി മൂക്കടിച്ചിട്ട് അവിടെ വീണ്. എല്ലാ പണിയും ഓനറിയാം ഇവിടെ പണി എന്തെങ്കിലും ഓൻ വെക്കൂന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു വിട്ടല്ലേ. ഓരോ കത്തിയെല്ലാം എടുത്തിട്ടില്ല. ഓനെ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം, ഓനൊന്ന് കാണിട്ടേ. എന്നാ പിന്നെ നിങ്ങൾക്ക് നേരം ഉണ്ടെങ്കിലും ബാ, ഞാൻ കൂടി വരാൻ വേണ്ടി ഒന്ന് ചോദിച്ചിട്ട്. അല്ലടാ നേങ്ങായി പരിപാടി ഒരു എണ്ണ കാച്ചാനുണ്ട്. എണ്ണ കാച്ചാനാ? എണ്ണയാ? എല്ലാം പുരുഷോട്ടാ, ഇതെന്താ മൂക്കിന് പറ്റിയേ? അതെല്ലാം പറയാ, ഇനി ഒന്ന് വീട്ടിലോളം വരണം ബാ. എന്നേനപ്പാ അല്ലേ എന്തെന്നാന്ന് പുരുഷോട്ടാ? നീ ബാടാ, എനിക്ക് കാണിച്ചു തരാം. ഇനി ഈ കക്കൂസിൽ എങ്ങനെ ഇരിക്കാന്നൊന്ന് കാണിച്ചു തരാം. എങ്ങനെയാന്ന് കാണിക്കും. പുരുഷോട്ടാ, ഇത് ഇപ്പോഴത്തെ പുതിയ പിള്ളേരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഫിറ്റാക്കിയതാ. ഇങ്ങളിൽ ഇരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. പിള്ളേർ ഈ ബഹുകാതെ കോഴി ഇറച്ചി ഇത് അൽഫാമും കുഴിമന്തിയെല്ലാം തിന്നിട്ട് വേഗമൊന്നും പോവില്ല. അപ്പൊ അവർക്ക് ഈ ഇരുന്നിട്ട് ഒരു എക്സസൈസും കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഫിറ്റാക്കിയതാണ്. ഈ രീതിയിലില്ലേ പുരുഷു? എന്നാ പിന്നെ ഓൻ ഇരുന്ന് കാണിക്കാൻ പറ. അതെല്ലേ, എന്നാ പിന്നെ ഇനിയൊന്ന് ഇരുന്ന് കാണിച്ചാടോ. പുരുഷോട്ടാ, ഇതെങ്ങനെയാ ഇരിക്കണ്ടേന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്നാ വേണ്ടെന്ന് വെച്ചാല് ഇതിങ്ങനെ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ചെയ്താ 2 സ്റ്റെപ്പ് ബേക്കോട്ടാക്കിയിട്ട് ഇവിടെ ഇരുന്നാല് കറക്റ്റാ.